നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഉറുഗ്വൻ ദേശീയ ടീമിൻ്റെ ചരിത്രത്തിൽ അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ സൂപ്പർ താരമാണ് ലൂയിസ് സുവാരസ്. എന്നാൽ ഈയിടെ അദ്ദേഹം ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം അർഹിക്കുന്ന രൂപത്തിലുള്ള ഒരു ആദരവാണ് അതല്ലെങ്കിൽ യാത്രയപ്പാണ് ഉറുഗ്വൻ ദേശീയ ടീം താരത്തിന് നൽകിയിരുന്നത്. കഴിഞ്ഞ പരാഗ്വെക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ടായിരുന്നു സുവാരസിനെ ഉറുഗ്വൻ ദേശീയ ടീം ആദരിച്ചിരുന്നത്. ദീർഘകാലം ഉറുഗ്വയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള മറ്റൊരു സൂപ്പർ താരമാണ് എഡിൻസൺ കവാനി. ഏറ്റവും ഒടുവിൽ 2022 വേൾഡ് കപ്പിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. പിന്നീട് കഴിഞ്ഞ മെയ് 30 അദ്ദേഹം ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു. തൻ്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം കവാനി അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കവാനിക്കും ഒരു യാത്രയയപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് ഉറുഗ്വയുടെ ദേശീയ ടീമുള്ളത്. അടുത്ത മാസത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അദ്ദേഹത്തിന് ആദരിക്കാനായിരുന്നു ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നത്. എന്നാൽ അതിലിപ്പോൾ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. നവംബറിൽ കൊളംബിയക്കെതിരെ ഒരു മത്സരം ഉറുഗ്വ കളിക്കുന്നുണ്ട്. ആ മത്സരത്തിന് മുന്നോടിയായി താരത്തെ ആദരിക്കാനാണ് ഇപ്പോൾ അവരുടെ ദേശീയ ടീം തീരുമാനിച്ചിട്ടുള്ളത്. മോണ്ടെവീഡിയോയിലെ സെൻറ്റനറി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ചടങ്ങ് നടക്കുക. 2008 എഡിൻസൺ കവാനി ഉറുഗ്വയ്ക്ക് വേണ്ടി അരങ്ങേറ്റം നടത്തിയിരുന്നത്. 136 മത്സരങ്ങളാണ് അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 58 ഗോളുകളും 19 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ എഡിൻസൺ കവാനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉറുഗ്വൻ ദേശീയ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രണ്ടാമത്തെ താരം കവാനിയാണ്. 68 ഗോളുകൾ നേടിയ സുവാരസാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത്. നിലവിൽ അർജന്റീൻ ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സിൻ്റെ താരം കൂടിയാണ് എഡിൻസൺ കവാനി. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.